Hi friends, welcome back to Safwan Vlog. ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇത് നമുക്ക് റെസ്റ്റോറൻറ്റ് ടേസ്റ്റിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഡിഷ് തന്നെയാണ്. നമുക്ക് ഏത് തരം പാർട്ടിക്ക് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന, അവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിതിലേക്കുള്ള ബീഫ് ഇതുപോലെ ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ആദ്യമായി ഞാനിതിലേക്ക് ഇതുപോലെ ഒരു വലിയ ഇഞ്ചി കഷ്ണം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തെടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി. ഇനി ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. സവാള നന്നായി ഒരു ഇടത്തരം വലിപ്പത്തിലൊരു സവാള എടുത്തിട്ട് അതുകൂടെ മിക്സിയുടെ ജാറിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണമെന്നില്ല, ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിലേറെയൊക്കെ ഒന്നും കൂടി നന്നായിരിക്കുന്നത് ഇതുപോലെ നമ്മൾ അരച്ചെടുക്കുമ്പോഴാണെന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരല്ലി വെള്ളുള്ളി മുഴുവനായിട്ട് എടുത്തത് ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി ഇലയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് മന്തിയിലേക്ക് ആവശ്യത്തിനുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അപ്പം ഞാനിത് ബീഫ് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ്. നമുക്കിതിലേക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിതിലേക്ക് ആദ്യമായി തന്നെ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട്. നോർമൽ മുളക് പൊടി തന്നെയാണ് ചേർത്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി ചേർത്തെടുക്കുന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ്. കൂടുതൽ മല്ലിപ്പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് ബീഫ് ആയതുകൊണ്ട് വളരെ കുറച്ച് മല്ലിപ്പൊടി ചേർത്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ജീരകം ഈ മന്തിയിലേക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് ചേർത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ചേർത്തെടുക്കുന്നത് ഒരു സ്പൂൺ അറബിക് മസാലയാണ്. ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഗരം മസാലയാണ്. അതുപോലെ തന്നെ ഇനി കുറച്ച് ഗ്രാമ്പൂ, അതുപോലെ ഒരു വലിയ കറുവപ്പട്ട അതുപോലെ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 6-7 ഏലക്ക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബാണ്. ഞാൻ ചിക്കൻ്റെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നത് ചിക്കൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ്റെ മാഗി ക്യൂബ് ഒരു 3 എണ്ണം ചേർത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇഞ്ചി വെള്ളുള്ളി മിക്സ് ചേർത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. അതിനുശേഷം ലെമൺ ജ്യൂസ് ചേർത്തെടുക്കുന്നുണ്ട്. ഞാൻ ഒരു നാരങ്ങയുടെ ലെമൺ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഈ മസാലയിൽ, ഈ ബീഫിലെ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അത്യാവശ്യം മസാല നന്നായി പിടിക്കത്തക്ക രീതിയിൽ ഒരു 5 മിനിറ്റ് സമയം ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇനി അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, നമുക്കത് കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കരുത്, അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് വെന്ത് വരുമ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് 4 കപ്പ് ബസ്മതി സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാനിതൊരു അരമണിക്കൂറോളമായിട്ട് വെള്ളത്തിൽ നിന്ന് വെച്ച് സോക്ക് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എനിക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 9 വിസിലോളം വരേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ബീഫിന് അനുസരിച്ചിരിക്കും ഇതിൽ വേവിൻ്റെയൊക്കെ ഒരു കണക്ക്. അപ്പോൾ ഇത് ഈ ഗ്രേവിയോട് കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഈ ബീഫ് ഒന്ന് മാറ്റിയെടുക്കണം. എന്നിട്ടത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇതിൽ അത്യാവശ്യം നല്ലൊരു ഗ്രേവി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് അത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൽ ഗ്രേവി ഒന്ന് വലിഞ്ഞ് കിട്ടാനും, അതുപോലെ തന്നെ ബീഫ് ഫ്രൈഡ് ഒരു ടേസ്റ്റ് ഉണ്ടായി കിട്ടാനും ഇങ്ങനെ ഫ്രൈ ചെയ്ത് നല്ലതായിരിക്കും. നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് സമയത്തോളം ഇത് അത്യാവശ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും.
ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ കുരുമുളക് പൊടിയുടെയൊക്കെ ഒരു നല്ലൊരു ടെക്സ്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ലതാണ്, വളരെ ടേസ്റ്റി ആയിരിക്കും. നമ്മൾ മസാലയിൽ കുരുമുളക് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഈ സമയത്ത് നമുക്ക് ചേർത്തെടുക്കാം. നമ്മളിനി മന്തി റൈസ് ഏത് പാത്രത്തിലാണോ ദം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സവാള എടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ സവാള ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട എന്നിവ കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ബേ ലീഫ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തെടുക്കാം. ഇതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ മന്തി റൈസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഇങ്ങനെ ചേർത്തെടുക്കുന്നത്. ഞാനിതിൽ നിന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഉള്ളി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കുക്കറിലുണ്ടായിരുന്ന ഗ്രേവി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഗ്രേവി നന്നായിട്ട് ഇതിൻ്റെ അടിഭാഗത്തൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് കുറച്ചായിട്ട് ചേർത്തെടുക്കുന്നുണ്ട്. ഞാനിത് 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അടിഭാഗത്ത് ഈ ഗ്രേവി അങ്ങോട്ട് ചേർത്തെടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് റൈസ് ചേർത്തെടുക്കുന്നത്. ഈ അരി വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിരുന്നു. ഓൺലി ഒരു 2 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഈ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ വെള്ളത്തിൽ മറ്റൊന്നും ചേർത്തെടുത്തിട്ടില്ല കേട്ടോ. ഈ വേവിച്ചെടുത്തിട്ടുള്ള റൈസ് നമ്മൾ പകുതിയോളം ഇതിൽ ചേർത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ബീഫ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബീഫ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള റൈസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ റൈസ് വേവിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല, അപ്പോൾ അത് വീഡിയോക്ക് ലെങ്ത്ത് കൂടേണ്ട എന്ന് വിചാരിച്ചാണ് അത് എടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഫ്രൈ ചെയ്തത് നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫുഡ് കളേഴ്സ് ചേർത്ത് കൊടുക്കാം. ഈ റെഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന് യെല്ലോ ഫുഡ് കളറിന് പകരം മഞ്ഞൾപ്പൊടി യൂസ് ചെയ്താലും മതിയാകും. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ റൈസിൻ്റെ മുകളിൽ ഇതുപോലെ പച്ചമുളക് വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കൂടെ ഈ റൈസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതിലേക്കൊരു സ്മോക്ക് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ കുറച്ച് കനലാണ് എടുത്തിട്ടുള്ളത്. ചാർക്കോൾ എന്തെങ്കിലും എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ഒരു സ്മോക്ക് വരും. അപ്പോൾ ആ സ്മോക്ക് നന്നായിട്ട് പുറത്ത് പോവാത്ത രീതിയിൽ നന്നായിട്ട് അടച്ച് വെക്കണം. വളരെ കുറച്ച് സമയം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബീഫ് മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു അരമണിക്കൂർ സമയം ഇനി ഇതുപോലെ ഒന്ന് മാറ്റി വെക്കാം. ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് റൈസ് ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഈ ചോറിൻ്റെ തന്നെ മുകളിലേക്കോ ഒന്ന് മാറ്റി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിഭാഗത്തുള്ള മസാലയിൽ ചേർത്തിട്ട് റൈസ് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ബീഫ് കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മസാലയും ചോറൊക്കെ നല്ലൊരു മിക്സിംഗ് ആയി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ബീഫ് മന്തി റെസിപ്പി. വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ ഞാനിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അത് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.